ഇന്നലത്തെ ടാസ്കിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് നൂറയുടെ പേര്. കാർത്തുമ്പി കാര്യം കുറച്ച് ലൂസ് ടോക്ക് ഉണ്ടായിരുന്നെങ്കിലും യാതൊരു സങ്കോചവുമില്ലാതെ എക്സാഗേറ്റ് ചെയ്യാതെ നാച്ചുറലായി ഫ്രീ ആയി പെർഫോം ചെയ്തു. ആദ്യമായിട്ടാണ് സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നത് എന്ന് നൂറ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തെറ്റുമോ എന്ന പേടിയില്ലായിരുന്നു, ഞാൻ എൻജോയ് ചെയ്ത് കളിച്ചു എന്നൊക്കെയാണ് നൂറ പറയുന്നത്. ഇത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാര്യം ബേസിക്കലി നൂറ ഒരു ആക്ടറല്ല, ഒരു ആക്ട്രസ് അല്ല. പുള്ളിക്കാരിക്ക് എങ്ങനെ പെർഫോം ചെയ്യണം, എങ്ങനെ ഡാൻസ് കളിക്കണം, എങ്ങനെയാണ് മറ്റൊരു കഥാപാത്രമായിട്ട് മാറേണ്ടത് എന്നതിനെപ്പറ്റി യാതൊരു പരിശീലനമോ മുൻ അനുഭവമോ ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ ഒരാളാണ് ശോഭന അനശ്വരമാക്കിയ കാർത്തുമ്പി എന്ന് പറയുന്ന വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഒരുപാട് മുഹൂർത്തങ്ങളുള്ളൊരു കഥാപാത്രം ഏറ്റെടുക്കുന്നത്. അത് ആ കുട്ടി തന്മയത്വത്തോടു കൂടി വളരെ നന്നായി തന്നെ ചെയ്തു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നലത്തെ ടാസ്കിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് നൂറയുടെ പേര്. നൂറയുടെ പെർഫോമൻസ് ഇന്നലെ ഇഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ ഈ പോസ്റ്റ് ലൈക്ക് അടിക്കാം, കമൻറ്റ് ചെയ്യാം. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.